കഷ്ടാനുഭവ ധ്യാന ചിന്തയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നോമ്പിൻ്റെ ദിനങ്ങളിൽ വ്യത്യസ്തമായ വിചാര വീഥികളിലൂടെ നടന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ ഒരു ആഴ്ച നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിമിഷങ്ങളാണ്. മാർച്ച് മാസം 31-ാം തീയതി നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വചനം വായിക്കട്ടെ. ലൂക്കോസ് 22-ന്റെ 39 മുതൽ 41 വരെ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പിൻ്റെയും കഷ്ടാനുഭവത്തിൻ്റെയും ധ്യാന ഇടങ്ങളിൽ പരിചിതമായ നിരവധി പദങ്ങൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവയിൽ ചിലത് മാറി നടക്കുക, കുതറി മാറുക, മതി എന്ന് പറയുക, മുട്ടുകുത്തുക, വിനയമുള്ളവരായിരിക്കുക, ഇങ്ങനെയുള്ള പദങ്ങളാണ്. കാലാകാലങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയങ്ങളിൽ ഇതിനൊക്കെ വളരെ സാങ്കത്യവുമുണ്ട്. കർത്താവിൻ്റെ യാത്രകളിലും പീഡാനുഭവങ്ങളിലും ക്രൂശ് മരണത്തിലും നിഴലിച്ച് നിൽക്കുന്ന ചില പ്രത്യേക ഇടങ്ങളുണ്ട്. അതിൽ മരുഭൂമിയുണ്ട്, മലകളുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗം ലൂക്കോസ് വിവരിക്കുന്നത് അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി എന്നതാണ്. അപ്പോൾ കർത്താവ് ഒലിവ് മലയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു പതിവായിരുന്നു എന്ന് ലൂക്കോസ് വളരെ വ്യക്തമായി തൻ്റെ ആഖ്യാന മികവ് കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രാവശ്യം കർത്താവ് പോകുന്നത് ഒരു സാധാരണ പ്രാർത്ഥനയ്ക്കായിരുന്നില്ല. പിന്നെയോ അസാധാരണമായ ഒരു പ്രാർത്ഥനാ രംഗമാണ് അവിടെ നിറവേറപ്പെടുന്നത്. അവിടെ നമ്മൾ കാണുന്നു, ശിഷ്യന്മാരോട് ഒരു സ്ഥലത്ത് അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി മുട്ടുകുത്തിയെന്നാണ്. കല്ലേറ് ദൂരത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ദൂരം നമുക്ക് നിർണയിക്കാനാവില്ല. അത് എറിയുന്നവരുടെ ആരോഗ്യത്തെയും കല്ലിൻ്റെ ഭാരത്തെയും ഒക്കെ ആശ്രയിച്ച് ദൂരവ്യതിയാനങ്ങൾ ഉണ്ടാവാം. ഇതൊരു എബ്രായ ശൈലിയുടെ ഭാഗമായി ലൂക്കോസ് രേഖപ്പെടുത്തുന്നതാണ്. ഒരു പക്ഷെങ്കിൽ പരിമിതമായ അകലമാവാം. ഇവിടെ കർത്താവ് പിതാവായ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ശിഷ്യന്മാരെ വിട്ട് ദൂരേക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തൽ. പലപ്പോഴും നമുക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ചില അകലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ചില സ്നേഹബന്ധങ്ങൾ, മറ്റ് ചില നമ്മുടെ വിട്ടുമാറാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങൾ, അങ്ങനെ ചിലതിനെയൊക്കെ വിട്ട് അല്പം ദൂരേക്ക് പോകുന്നത് പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ അനിവാര്യമാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. മരുഭൂമിയും മലകളും ധ്യാന വിഷയമാകുന്നത് ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയിലാണ്. മരുഭൂമിയിൽ കർത്താവ് 40 ദിനങ്ങൾ പരീക്ഷിക്കപ്പെടുകയും അതിൽ അകപ്പെടാതിരിക്കുകയും അങ്ങനെ കൂടുതൽ രൂപപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഇപ്പോൾ ക്രൂശ് വഹിക്കാൻ യോഗ്യതയുള്ളവനായി തീരുന്നത്. അതുകൊണ്ട് കർത്താവിന് ഒഴിച്ചുകൂടാനാവാത്ത അനിവാര്യമായ ഒരു ബന്ധം
ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് പുലർത്താതിരിക്കാനാവില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവങ്ങളും മലകളും ഒരു യാഥാർത്ഥ്യമാണ്. ക്രൂശിൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രമേ പുനരുത്ഥാനത്തിൻ്റെ പുലരിയെ നമുക്ക് സ്വപ്നം കാണാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മരുഭൂമിയിൽ വിജയം വരിക്കുകയും ചിലതിനോട് അകലം പാലിക്കണമെന്ന് അനുഭവം കൊണ്ട് ചാലിച്ച് നൽകുകയും ചെയ്തു. കർത്താവ് പ്രായോഗികതയെ സ്വന്തം അനുഭവങ്ങളിലൂടെ വ്യാഖ്യാനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് മരുഭൂമിയിൽ കാത്തിരുന്ന ചില പരീക്ഷകൾ ആഹാരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ചില ക്ഷണങ്ങളെ സ്നേഹപൂർവം നിരസിക്കാനും അകന്നു നിൽക്കാനും കർത്താവിന് സാധിച്ചതുകൊണ്ടാണ് ക്രൂശിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അർഹത ലഭിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വളരെ സ്നേഹമായി പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് അല്പനേരം ഉണർന്നിരിക്കാൻ കഴിയുമോ? ക്രിസ്താനുഭവങ്ങളിൽ അല്ലെങ്കിൽ ക്രൂശിൻ്റെ നൊമ്പരങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം പങ്കുകാരാകാനുള്ള ക്ഷണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ സഹനാനുഭവങ്ങളുടെ സഹകാരികളാകുക, സഹവർത്തിതരാകുക, ഇതാണ് ഈ ക്ഷണക്കുറിപ്പിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്ന് കഷ്ടാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ നൊമ്പരത്തിൻ്റെ പങ്കാളികളാകാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. അതിന് ചില അകലങ്ങളും അനിവാര്യമാണ്. ചിലതിനോട് നോ പറയാൻ, ചിലതൊക്കെ മതി എന്ന് വയ്ക്കാൻ, മരുഭൂമിയിലെ വിരുന്നുമേശകളെ മറികടക്കാൻ ദൈവവചനത്തിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് ഈ നാളുകളിൽ അനിവാര്യമാണ്. കർത്താവിൻ്റെ ക്രൂശ് ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ക്രൂശിൽ മരണം വരിച്ചതുകൊണ്ട് കർത്താവ് എല്ലാ തിന്മയെയും ജയിച്ചു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ലോകപരമായ ചില കാര്യങ്ങളിൽ പരാജിതനായി തീർന്ന ഒരു വ്യക്തിയെയും ക്രിസ്തുവിൻ്റെ യാത്രകളിൽ നമുക്ക് കാണാം. നമ്മുടെ മാനുഷികമായ ചില വിലയിരുത്തലുകൾ കർത്താവ് ഒരു പക്ഷെങ്കിൽ പരാജിതനായിരിക്കാം. എന്നാൽ ക്രൂശിന്മേൽ വിജയിച്ച കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീയമായ ചില ക്രൂശുകൾ നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കും എന്നതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ക്രൂശിനെ ഒഴിവാക്കി നമുക്ക് ഒരു യാത്രയില്ല. ക്രിസ്താനുഭവത്തിൻ്റെ നൊമ്പരങ്ങളിലൂടെ അല്ലാതെ പുനരുത്ഥാനത്തിൻ്റെ പുലരിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവില്ല. കർത്താവ് എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ അവിടെ വിട്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയത് എന്ന ചിന്തയ്ക്ക് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. നിന്നോടുകൂടെ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞവരും, നിന്നെ ഒരിക്കലും ഈ ക്രൂശ് മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പോടെ പറഞ്ഞവരുമൊക്കെ ആ ഗണത്തിലുണ്ട്. അതുകൊണ്ട് കഠിനമായ തീരുമാനത്തെ വരവേൽക്കാൻ ഒരു പക്ഷെങ്കിൽ സ്നേഹപൂർവമുള്ള തടസ്സവാദങ്ങൾ അവരുന്നയിക്കാം. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ നിന്നും അല്പം അകലേക്ക് പോയി എന്നതാണ് ഒരു കല്ലേറ് ദൂരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ നോമ്പിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ചില കല്ലേറ് ദൂരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ചിലതിനെ വിട്ടുകളയാൻ, മറ്റു ചിലതിനെ സ്വാംശീകരിക്കാൻ, സ്വീകരിക്കാൻ കർത്താവിൻ്റെ ക്രൂശ് നമ്മെ ക്ഷണിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ പങ്കുകാരായി ഈ സഹന സരണികളുടെ സാരഥികളായി തീരാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെയും കഷ്ടാനുഭവത്തിൻ്റെയും പൂർത്തീകരണമായ പുനരുത്ഥാനത്തിൻ്റെ പുലരിയിലേക്ക് നമുക്ക് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യാം.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ക്രൂശിനെ ധ്യാനിക്കുകയും അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ ചിലതിനോട് അകലം പാലിക്കാനുള്ള കൃപ നൽകണമേ. ദൈവികമായ അകലവും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധവും എന്നും നിലനിർത്താൻ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.